അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വഖഫ വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ അമ്മാ ബഅദ്. അൽഹംദുലില്ലാ, പരിശുദ്ധമാക്കപ്പെട്ട റമളാനിന്റെ പവിത്രമാക്കപ്പെട്ട ദിവസങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അല്ലാഹു ഖബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. ആ പരിശുദ്ധമാക്കപ്പെട്ട റമളാനിലെ ഏറ്റവും പവിത്രമാക്കപ്പെട്ട ഇബാദത്തുകളിൽപ്പെട്ട ഒന്നാണ് തറാവീഹ് നമസ്കാരം എന്ന് പറയുന്നത്. ആ ഓരോ തറാവീഹ് നമസ്കാരത്തിനും അൽഹംദുലില്ലാ ഓരോ പ്രതിഫലങ്ങളുണ്ട്. മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ കിതാബുകൾ രേഖപ്പെടുത്തുന്നത് കാണാം. ആരെങ്കിലും ഒരാൾ ആദ്യത്തെ ദിവസത്തെ തറാവീഹ് നമസ്കാരം, ഒന്നാമത്തെ തറാവീഹ് നമസ്കാരം ആരെങ്കിലും ഒരാൾ നിസ്കരിച്ചാൽ ഉമ്മ പ്രസവിക്കപ്പെട്ട ദിവസം പോലെ പാപമുക്തനാകുമെന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അൽഹംദുലില്ലാ, ഒന്നാമത്തെ തറാവീഹ് ഇന്ന് രാത്രി അൽഹംദുലില്ലാ നമ്മൾ നിസ്കരിക്കാൻ പോവുകയാണ്. അല്ലാഹു നിസ്കരിക്കുവാനും ഉമ്മ പ്രസവിക്കപ്പെട്ട ദിവസം പോലെ പാപമുക്തനാകുവാനും നാഥൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും ആത്മാർത്ഥമായി പരിശുദ്ധമാക്കപ്പെട്ട റമളാനിൽ ഇബാദത്ത് ചെയ്യുക, നിസ്കരിക്കുക, നോമ്പ് പിടിക്കുക, സദഖ കൊടുക്കുക, സകാത്ത് കൊടുക്കുക. അതിന്റെയൊക്കെ മാസമാണ്, പാപമോചനത്തിന്റെ മാസമാണ്. അള്ളാഹു നമ്മുടെ പാപങ്ങളെല്ലാം അള്ളാഹു വിട്ടുപുറത്ത് മാപ്പ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും ഈ വിനീതനും കൂടപ്പറപ്പിങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തി വാഹിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.